നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ചിങ്ങക്കൂറുകാരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 2025 ആഗസ്റ്റ് 17 മുതൽ 2026 ആഗസ്റ്റ് 16 വരെയുള്ള മകം, പൂരം, ഉത്രത്തിൽ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാരുടെ ഒരു വർഷത്തെ സാമാന്യ ഫലങ്ങൾ. ആദ്യമായി നല്ല സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന കാലമാണ്. മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങളൊക്കെ ഉയർച്ചയുണ്ടാകും. വിദേശ ധനസ്ഥിതിയും കാർഷിക ഗുണങ്ങളും ഉണ്ടാകും. അതോടൊപ്പം ഭൂമി ലഭ്യത, ഭവന നിർമ്മാണം, പൂർവിക സ്വത്ത് ലഭ്യത, നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കുക ഇവയും ഉണ്ടാകും. കടബാധ്യതകളൊക്കെ പരിഹരിക്കുകയും ചെയ്യും. കർമ്മമേഖലയിൽ വിജയമുണ്ടാകും. ഒന്നിലധികം തൊഴിലുകളിൽ ഉയർച്ചയുണ്ടാകും. സ്വദേശത്തോ വിദേശത്തോ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂകളിലേക്ക് വിജയിക്കുവാൻ സാധ്യയും. അതുപോലെ മുൻവർഷത്തേക്കാൾ ഉന്നതിയുള്ള ഒരു കാലമാണ്. ഭാഗ്യം അനുകൂലമാകുന്ന സമയവുമാണ്. അപ്രതീക്ഷിതമായി പലവിധ നല്ല കാര്യങ്ങളും ഉണ്ടാകുന്ന കാലവുമാണ്. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന ഭാഗ്യം, സന്താനങ്ങൾക്ക് പല പ്രകാരേണ ഉന്നതി ഇവയും ബന്ധുഗുണവും സിദ്ധിക്കും. പൊതുവേ നല്ല സാമ്പത്തിക ഗുണവും ഭവന നിർമ്മാണവും വാഹനയോഗവും ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. അതോടൊപ്പം ആരോഗ്യപരമായ കാര്യമെടുത്താൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ചികിത്സ വേണ്ടി വരുമെങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. ഉദരപീഡ, കഫപീഡ, ക്ഷതം, അഗ്നിപീഡ, വിഷദോഷം, നരമ്പപീഡ ഇവയൊക്കെ ഉണ്ടാകാം. വിവാഹ വിഷയമെടുത്താൽ അനുകൂല കാലമാണ്. നല്ല വിവാഹയോഗം, ഇഷ്ടവിവാഹയോഗം ഇവയൊക്കെ സാധ്യമാകും. മംഗളയാത്രകൾ, പുണ്യസ്ഥല സന്ദർശനം ഇവയും ഉണ്ടാകും. ഉന്നത വിദ്യാഭ്യാസത്തിനും യോഗമുണ്ട്. ഉദ്ദേശിക്കുന്ന പഠന വിഷയവും വിദേശ പഠനവും പ്രശംസയും ഗുരുജനപ്രീതിയും ഉണ്ടാകും. വിഷയങ്ങൾ കൂടുതൽ താല്പര്യത്തോടെ കൈകാര്യം ചെയ്യുവാനും സാധിക്കും. പ്രൊഫഷണൽ കോഴ്സുകാർക്ക് കൂടുതൽ മെച്ചമുണ്ടാകുന്ന സമയവുമാണ്.